നമസ്കാരം. മലയാളം മീഡിയ .ലൈവിലേക്ക് സ്വാഗതം. ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാത്തവനെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അടിമുടി ഭയത്തിൽ ജീവിക്കുന്ന ആളാണോ എന്ന ചോദ്യങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. കാരണം ADGP അജിത് കുമാറിനെതിരായ RSS ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണം ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും മൗനത്തിലാണ്. ഇതോടെ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം മറുവശത്ത് ചാനൽ ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാർട്ടിയും. ഉത്തരം മുട്ടുന്നത് പതിവായതോടെ CPM പ്രതിനിധികളെ ചാനൽ ചർച്ചകളിലേക്ക് അയക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് പോലുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കടക്കുന്നത്. എന്നാൽ മുമ്പെല്ലാം വിവാദങ്ങളിൽ പിണറായി വിജയന് തുണയായി സൈബർ അണികൾ എത്തുമായിരുന്നു. എന്നാൽ ഇക്കുറിയും അവർ കൈവിട്ട നിലയിലാണ്. മുന്നണിയിലും മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ ചാനൽ ചർച്ചകൾക്കും CPM നേതാക്കളെ കിട്ടാനുമില്ല. മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി CPM സഹയാത്രികർ എത്തുന്നത് പോലും അങ്ങനെയാണ്. എന്തായാലും ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി. PB അംഗങ്ങളായ MA ബേബിയും A വിജയരാഘവനും ഒഴികെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചെങ്കിലും ADGPയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങളെല്ലാം മാറി മറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. AK ബാലൻ, സജി ചെറിയാൻ, MP രാജേഷ്, PA മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റു മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിന് മുതിർന്നിട്ടുമില്ല. RSS ADGP കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന് വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂടിച്ചേർക്കേണ്ടെന്നും വ്യക്തമാക്കി MV ഗോവിന്ദൻ വിവാദങ്ങളുടെ ഉത്തരവാദിത്വവും പരിഹാരവുമൊക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചെന്ന് കേട്ടി. ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് CPI ആവട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടുമില്ല. പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകൾ CPM സൈബർ ഗ്രൂപ്പുകളിലും നിറയുന്നുണ്ട്. മലപ്പുറത്തെ CPM മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒടുവിലത്തെ ചർച്ച. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ്, ജാഗ്രതയെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. കൂടാതെ പുറത്ത് പെരുമഴ പെയ്യുമ്പോൾ 5-8 പേർ കമ്മിറ്റി കൂടി വെയിലാണെന്നും കുടയുടെ ആവശ്യമില്ലെന്നും പ്രമേയം പാസാക്കിയാൽ അവസാനിക്കുന്നതല്ല മഴയും കെടുതികളും എന്ന് വിമർശിച്ചുള്ള പോസ്റ്റുകളും സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. ചെപ്പടി വിദ്യകൾ കൊണ്ട് മുറിവുകൾ ഉണങ്ങില്ലെന്നാണ് അംഗങ്ങളുടെ ഓർമ്മപ്പെടുത്തലും. ADGP എവിടെയെങ്കിലും പോയതിന് CPM എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ രോഷം അണപൊട്ടിയിരുന്നു. പോലീസ് തലവന്മാരുടെ സംഘപരിവാർ ബന്ധം എന്നു മുതലാണ് ഒരു സാധാരണ സംഭവമായതെന്നാണ് ഉയരുന്ന ചോദ്യം. അത്രയും സംഘീവൽക്കരിക്കപ്പെട്ട സർക്കാരും പാർട്ടിയുമാണോ കേരളത്തിലുള്ളതെന്നും EP ജയരാജന് പോലും ഇല്ലാത്ത പരിരക്ഷ ADGPക്ക് എന്തിനാണെന്നും ചോദ്യമുയർന്നു. ചിലരാവട്ടെ മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രൊഫൈൽ ചിത്രമാക്കി നിലവിലെ നേതൃത്വത്തിനോടുള്ള നീരസവും മറച്ചുവെച്ചില്ല. അതേസമയം ഇപ്പോഴത്തെ പ്രതിസന്ധികൾ തീർപ്പാക്കാൻ വേണ്ടിയെങ്കിലും ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിലാണ് പോലീസ് മേധാവി. എന്നാൽ ഉടൻ മാറ്റാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. അതിനിടെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നതിനിടെ അവധിയിൽ പോകാൻ ADGP തയ്യാറാകുമെന്നാണ് സൂചന. ADGP 4 ദിവസത്തെ അവധിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇത് നേരത്തെ എടുക്കാൻ അപേക്ഷ നൽകിയ അവധിയുമാണ്. ഇത് നീട്ടിയെടുക്കാനാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം. അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് പോലീസ് മേധാവി ആദ്യം നിർദ്ദേശിച്ചതെങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു വിവാദത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന നിഗമനത്തിലായിരുന്നു നടപടി. ഇതിനിടയിലാണ് RSS ബന്ധം പുറത്തു വരുന്നത്. ഇതോടെയാണ് അജിത് കുമാറിന്റെ അവധിയിൽ ചർച്ച തുടങ്ങുന്നതും. എന്തായാലും അജിത് കുമാർ അവധിയിൽ പോകുന്നത് സർക്കാരിനും
സുരക്ഷിതമാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിച്ഛായ അജിത്തിനും ലഭിക്കും. എന്തായാലും ഒരു ഭരണപക്ഷ MLA ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ ഗത്യന്തരമില്ലാതെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടും അജിത് കുമാറിനെ തൊടാൻ പറ്റില്ലെന്ന് നിലപാടെടുത്ത പിണറായി വിജയൻ തന്നെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടത്.